ഏത്തപ്പഴത്തിന് തൊലി കറുത്തുപോയോ എന്ന് വിചാരിച്ച് ഇത് കളയരുത്. ഇതുകൊണ്ട് നമുക്കൊരു കിടിലൻ 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ 2 4 മണി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ജയൻ കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏത്തപ്പഴം നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നടുക്കൂടെ കീറിയിട്ടാണ് പുഴുങ്ങിയത്. കാരണം ഇതിൻ്റെ നടുക്കത്തെ ഈ നാര് ഈസിയായി നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങിയാൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ ഇതിൻ്റെ നാരെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നാരെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ പുറത്തുള്ള ചെറിയ നാരുകളും എല്ലാം റിമൂവ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നന്നായി ഉടച്ചെടുക്കണം. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഇത് കൈകൊണ്ട് ഉടച്ചെടുക്കുവാൻ സാധിക്കും. ഇതിലേക്ക് തേങ്ങയുടെ ഒരു കൂട്ട് കൂടി വേണം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1.5 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മുന്തിരിയും നട്ട്സും വറുത്തെടുക്കണം. നട്ട്സ് 4ആയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. മുന്തിരിയുടെ കളർ മാറി തുടങ്ങി. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. തേങ്ങയും നന്നായി ഇളക്കി കൊടുക്കുക. മധുരത്തിനായി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പഞ്ചസാര കടായിയുടെ ചൂട് കൊണ്ട് മെൽട്ടായിക്കൊള്ളും. നന്നായി ഇളക്കി ചേർക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി എല്ലാം നന്നായി യോജിച്ചതിന് ശേഷം ഇത് നമുക്ക് മാറ്റിവെക്കാം. തേങ്ങയുടെ കൂട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തപ്പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. എണ്ണ കയ്യിൽ തിരുമ്മി ഏത്തപ്പഴം ഒരു ബോളിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇത് നന്നായി കൈയുടെ വെള്ളയിൽ പരത്തി എടുക്കുക. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ തടവി കൊടുത്തത്. ഇതിൻ്റെ നടുവിലേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി കവർ ചെയ്തെടുക്കുക. കവർ ചെയ്ത് തേങ്ങ ഉള്ളിലാക്കി ഏത്തപ്പഴം കൊണ്ട് നന്നായി കവർ ചെയ്തെടുക്കുക. ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലിരിക്കും ഇത് കവർ ചെയ്തെടുക്കുമ്പോൾ. ബനാന ഫിംഗേഴ്സ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ഏത്തപ്പഴം കൂടി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. 2 ഏത്തപ്പഴത്തിൽ നിന്ന് ഏകദേശം 4 ബനാന ഫിംഗേഴ്സാണ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. 3/4 കപ്പ് വറുത്ത അരിപ്പൊടി നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുത്തതാണ്. നമ്മൾ ഇടിയപ്പത്തിനും കോഴിക്കട്ടയ്ക്കും ഒക്കെ കുഴിക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 7 ഉരുളകൾ ഈ 3/4 കപ്പ് വറുത്ത അരിപ്പൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുത്ത് ഇതിൻ്റെ നടുവിലേക്ക് നമ്മുടെ തേങ്ങയുടെ ആ സെയിം കൂട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫിംഗേഴ്സ് വെച്ച് ഇതിൻ്റെ സൈഡ് യോജിപ്പിക്കുക. അങ്ങനെ എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. തേങ്ങയുടെ ഇതുപോലുള്ള കൂട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് 2 ടൈപ്പിൽ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് അരിപ്പൊടി കൊണ്ടും ഒന്ന് ഏത്തപ്പഴം കൊണ്ടും. ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായുള്ള സാധനങ്ങളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഏത്തപ്പഴം തിന്നാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഒരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബനാന ഫിംഗേഴ്സ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിനാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ ബനാന ഫിംഗേഴ്സ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്ക് സ്പൂൺ കൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഇഡ്ഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി കൊണ്ടുള്ള പലഹാരം സ്റ്റീം ചെയ്തെടുക്കണം. വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഈ പലഹാരം ഉണ്ടാക്കി നോക്കൂ. നല്ല ഹെൽത്തിയാണ്. 2 ഹെൽത്തിയായ റെസിപ്പികളാണ്. അഡീഷണലായി ഒന്നും തന്നെ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഏത്തപ്പഴം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന
ബനാന ഫിംഗേഴ്സാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ആ സെയിം തേങ്ങയുടെ കൂട്ട് വെച്ച് അരിപ്പൊടി വെച്ച് മറ്റൊരു പലഹാരം കൂടി ഉണ്ടാക്കി. 2 പലഹാരങ്ങളും വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ബനാന ഫിംഗേഴ്സ് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങി. എണ്ണ കളഞ്ഞ് ഇത് നന്നായി ഒരു കിഴുത്ത തവിയിൽ നമുക്ക് കോരിയെടുക്കാം. ബനാന ഫിംഗേഴ്സ് അങ്ങനെ റെഡിയായിരിക്കുകയാണ്. ഞാനൊരു മീഡിയം ഫ്രൈയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഡീപ്പ് ഫ്രൈ ചെയ്താൽ നല്ല ബ്രൗൺ കളറിലിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അരിപ്പൊടി കൊണ്ടുള്ള പലഹാരവും വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ വളരെ ഈസിയായ ഹെൽത്തിയായ നമ്മുടെ 2 പലഹാരങ്ങളും റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വളരെ സോഫ്റ്റായ 2 നല്ല പലഹാരങ്ങളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.